നടനും ദേശീയ അവാർഡ് ജേതാവുമായ സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് വൈകിട്ട് 3 മണിക്ക് പറവൂരിലുള്ള വീട്ടുവളപ്പിൽ നടക്കും. തന്റെ സംസ്കാരം സംബന്ധിച്ച് മതപരമായ ചടങ്ങുകൾ എല്ലാം തന്നെ ഒഴിവാക്കണമെന്ന് സലീംകുമാർ വീട്ടുകാരോട് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടു. അസ്ഥി പുഴയിൽ ഒഴുക്കേണ്ടതില്ല എന്നും വീട്ടുകാരോട് സലീംകുമാർ അറിയിച്ചിരുന്നു. ശ്വാസ തടസ്സം നേരിട്ടതോടെയാണ് സലീംകുമാറിനെ കഴിഞ്ഞ ദിവസം അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂമോണിയയും രക്തത്തിലെ അണുബാധയും അനുഭവപ്പെട്ടതോടെ വെന്റിലേറ്റർ, ഡയാലിസിസ് അടക്കമുള്ള ജീവൻ രക്ഷാ മാർഗങ്ങൾ നൽകിയിരുന്നു. അതിനിടയിൽ ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കരൾ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ആരോഗ്യപരമായ ഒട്ടേറെ വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടിരുന്നു. തനിക്ക് ലിവർ സിറോസിസ് ബാധിച്ചത് മദ്യപാനം കൊണ്ടല്ലെന്നും അത് പാരമ്പര്യമായി ലഭിച്ച അസുഖമാണെന്നും അദ്ദേഹം നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. രോഗാവസ്ഥയിലായിരുന്ന കാലയളവിൽ വ്യാജ ചികിത്സകൾ തേടേണ്ടി വന്നതും ആരോഗ്യനില വഷളാക്കിയതുമെല്ലാം സലീംകുമാർ പരസ്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. 2 വർഷം മുന്നേ, അതായത് 2024 ഒക്ടോബർ 10 പിറന്നാൾ ദിവസം സലീംകുമാർ വികാരനിർഭരമായ ഒരു കുറിപ്പും ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞെന്നും എത്രകാലം ഇങ്ങനെ തുഴയാൻ പറ്റും എന്ന് അറിയില്ല എന്നുമാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ നടൻ പറയുന്നത്. ജീവിതമെന്ന മഹാസാഗരത്തിൽ ആയുസ് എന്ന വഞ്ചിയിലൂടെയുള്ള എന്റെ യാത്ര 54 കാതങ്ങൾ പിന്നിട്ട് 55ലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ്. ഇത്രയും കാതങ്ങൾ പിന്നിടുന്നതിന് എന്റെ സഹയാത്രികർ എനിക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും നന്ദി. ആയുസിന്റെ സൂര്യൻ പടിഞ്ഞാറോട്ട് ചരിഞ്ഞു കഴിഞ്ഞു. അസ്തമയം വളരെ അകലെയല്ല. ഈ മഹാസാഗരത്തിൽ എവിടെയോ എനിക്ക് വേണ്ടി ഒരു ചുഴി രൂപാന്തരപ്പെട്ടിരിക്കാം. അതിൽ അകപ്പെടുന്നതുവരെ എനിക്ക് ഈ വഞ്ചിയുമായി യാത്ര തുടർന്നേ പറ്റൂ. എന്റെ വഞ്ചിയിലാണെങ്കിൽ ദ്വാരങ്ങളും വീണു തുടങ്ങി. അതിലൂടെ കയറിയ വെള്ളം കോരിക്കളഞ്ഞ് ഞാൻ യാത്ര തുടരുകയാണ്. എനിക്ക് എത്ര കാലം ഇതിലൂടെ ഇങ്ങനെ തുഴയാൻ പറ്റും എന്നറിയില്ല. എന്നാലും ഞാൻ യാത്ര തുടരുകയാണ്. അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണം. സ്നേഹപൂർവ്വം, നിങ്ങളുടെ സലീംകുമാർ. ഇതാണ് അദ്ദേഹം ആ കുറിപ്പിൽ എഴുതിയത്. സിനിമകളിലൂടെയും ടെലിവിഷൻ സ്കിറ്റുകളിലൂടെയും മലയാളികളെ ചിരിപ്പിച്ച സലീംകുമാർ കോളേജ് ജീവിതത്തിലും എല്ലാവരെയും ചിരിപ്പിച്ച ഒരാളാണ്. SNM കോളേജ് മാലിയങ്കരയിലും പിന്നീട് മഹാരാജാസിലെ ക്യാമ്പസിലും നിറഞ്ഞു നിന്ന ആളാണ് സലീംകുമാർ. മഹാരാജാസ് കോളേജിലെ സലീംകുമാറിന്റെ 5 വർഷത്തെ BA കാലഘട്ടം കോളേജിന് സമ്മാനിച്ചത് നിരവധി നേട്ടങ്ങളാണ്. സർവകലാശാല യുവജനോത്സവങ്ങളിൽ മിമിക്രിയും മോണോ ആക്ടും ഉൾപ്പെടെയുള്ള വേദികളിൽ സലീംകുമാർ സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിരുന്നു. എന്നാൽ ഇത്തരം കലാപ്രവർത്തനങ്ങളുമായി നടന്നതോടെ നിശ്ചിത സമയത്തിനുള്ളിൽ ആ കോഴ്സ് പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. എന്നാൽ കോളേജിൽ നിന്നും പുറത്തു പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി മലയാള അധ്യാപകൻ CR ഓമനക്കുട്ടൻ മാഷും പ്രിൻസിപ്പൽ ഭരതൻ മാഷും ചേർന്ന് യൂണിവേഴ്സിറ്റിയുടെ ചട്ടങ്ങളിലെ ഒരു ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചു. അവസാന വർഷ പരീക്ഷ എഴുതാതിരുന്നാൽ അടുത്ത വർഷം വീണ്ടും അതേ കോഴ്സിന് തുടർന്ന് പഠിക്കാം എന്നായിരുന്നു അത്. അങ്ങനെ BA കോഴ്സ് 5 വർഷമെടുത്ത് പഠിച്ചാണ് സലീംകുമാർ മഹാരാജാസ് വിട്ടുന്നത്. തന്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈശ്വര വഴക്കില്ലല്ലോ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. പറവൂരിനടുത്തുള്ള ചിറ്റാറ്റുകര എന്ന ഗ്രാമം വായനക്കാരുടെ മുന്നിൽ വരച്ചു കാട്ടുകയാണ് ആ പുസ്തകത്തിൽ. തനിക്ക് എന്നും പൂർണ്ണ പിന്തുണ നൽകിയ അമ്മയുടെ കാര്യങ്ങളും കരുതലുമൊക്കെ നർമ്മം ചേർത്ത് പറയുകയാണ് ആ പുസ്തകത്തിലൂടെ. ഒരു അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയായിരുന്നു സലീംകുമാർ. എന്നാൽ ഇന്നേ വരെ ഒരു ആനുകൂല്യത്തിനും പാർട്ടിയെ സമീപിക്കാത്ത ആളുമാണ് അദ്ദേഹം. ഇലക്ഷൻ സമയത്ത് ആരും വിളിക്കാതെ തന്നെ പ്രചരണ രംഗത്ത് അദ്ദേഹം എത്തുമായിരുന്നു. മുഖ്യമന്ത്രി ആയതിനു ശേഷം VD സതീശന് വേണ്ടി കൊച്ചിയിൽ വെച്ച് നടത്തിയ സ്വീകരണ പരിപാടിയാണ് സലീംകുമാർ അവസാനമായി പങ്കെടുത്ത ഒരു പൊതുപരിപാടി.